ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുക. എവിടുന്ന് തുടങ്ങണമെന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ചേട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകേണ്ടത് കൊണ്ട് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അരിയാണെങ്കിൽ വൈകിട്ട് തിളപ്പിച്ച് വെക്കുക, റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെക്കുക ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ അത് ഒന്ന് തിളച്ച് നന്നായിട്ട് തിളയ്ക്കണം, അന്നേരത്തേനേ അത് വേവത്തുള്ളൂ. പിന്നാണെങ്കിൽ വിറകൊന്നും അങ്ങോട്ട് നന്നായിട്ട് എരിയുന്നില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ നനവുള്ളത് കൊണ്ട് പുകഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഫസ്റ്റ് അടുക്കള ഫുള്ള് പാത്രം കഴുകാനുള്ളതെല്ലാം സിങ്കിൽ കൊണ്ടിട്ടിട്ട് കഴുകാമെന്നാണ് വിചാരിച്ചത്. എന്നും വൈകിട്ട് കഴുകിയിട്ടാണ് കിടക്കുന്നത്. ഇന്നലെയാണെങ്കിൽ കുഞ്ഞ് 7 മണി മാക്സിമം ഒരു 8, അതിന് മുന്നേ ഉറങ്ങാറുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ 12:45 1 മണിയൊക്കെ ആയി ഉറങ്ങിയപ്പം. ഉറങ്ങിയില്ലെങ്കിലും കളിക്കും, പക്ഷെ ഞാൻ അടുത്ത് തന്നെ വേണം. ഇല്ലെങ്കിൽ കരയും, നമ്മുടെ കൈ കയറിയിരിക്കും. നമ്മൾ അടുത്തിരിക്കുവാണെങ്കിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നോളൂ. അതുകൊണ്ടൊന്നും കഴുകി വെക്കാനോ ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ എന്നും കഴുകി വെച്ചിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ രാവിലെ പാത്രങ്ങളൊന്നും കഴുകാനില്ല, വരിക ചിലപ്പോൾ കൂട്ടാനൊക്കെ അരിഞ്ഞും വെക്കും. അപ്പോൾ വേഗം തന്നെ ചെയ്താൽ മതി. ഇന്ന് ഒന്നും അരിഞ്ഞും വെച്ചുമില്ല, പാത്രവും കഴിയില്ല. ചെന്നപ്പോഴേ എവിടുന്ന് തുടങ്ങണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അരി പിന്നെ ഞാൻ തിളപ്പിക്കാൻ അടുപ്പിൽ തീ കത്തിച്ചെടുത്ത് വെച്ച് പിന്നെ പാത്രം ഫുള്ള് കഴുകിയിട്ടാണ് ഞാൻ പിന്നെ പാചകം ചെയ്യാൻ പോയത്. വീഡിയോ കാണുന്ന കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സത്യം പറഞ്ഞാൽ വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. വേറെ ഒന്നുമില്ല, എനിക്ക് ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ കുഞ്ഞിനെ പോലും അങ്ങോട്ട് എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിൽക്കത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വയ്യാഴിക കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. പിന്നെ പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം മോരുകറി വെച്ച് പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരനും വെച്ച് ചേട്ടന് കഴിക്കാനും എടുത്ത് വെച്ച് കൊണ്ടുപോകാനെല്ലാം വിളമ്പി വെച്ച് പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടും കൂടി കുറച്ച് നേരം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. 1 2 3 ചൊല്ലി. 1 2 3 4 അതിലിട്ടോ 4 അടയ്ക്ക്. എങ്ങനെ അടയ്ക്കുന്നേ? അടപ്പെടുത്ത് അടയ്ക്ക്. അടച്ചോ? ഇത് ആരുടെ വിളയാ? ഞാനാണോ? അടച്ചു വെക്ക്. അടയ്ക്ക്. ഗുഡ് ഗേൾ അല്ലേ? അടച്ചു വെക്ക്, എന്നിട്ട് നമുക്ക് കഴിക്കണം. അടച്ചു വെക്ക്. ഗുഡ് ഗേൾ. എൻ്റെ സ്വത്ത് ഗുഡ് ഗേളാ കേട്ടോ. നിന്നെ എവിടെ പാപ്പ ഇരിക്കുന്നേ? ഇതിനകത്താണോ പാപ്പ ഇരിക്കുന്നേ? കുഞ്ഞിന് എത്ര പാപ്പം വേണം? എത്ര പാപ്പം വേണം? ഒറ്റയോ? 1 1 2 3 തറന്ന് കൈ പോ. അമ്മ എടുത്തു തരാം. ഇവിടെ ഇരിക്ക്. അവിടെ ഇരിക്കും, അമ്മ എടുത്തു തരും. അവിടെ ഇരിക്കണം കേട്ടോ. അമ്മ എടുത്തു തരാം. അപ്പം കഴിക്കുവാണോ? ആണോ? സൂപ്പറാണോ? ആണോ? ഇച്ചിരി കഴിക്ക്. ചവച്ചിട്ട് കഴിക്ക്.
പിന്നെ വന്നിട്ട് റൂമും ഹാളൊക്കെ തൂത്ത് വാരിയതിന് ശേഷം കുഞ്ഞിനെ ഉറക്കിയിട്ട് തുണിയൊക്കെ കഴുകി. ഞാനാണെങ്കിൽ എന്നും വിചാരിക്കും വീഡിയോസ് എടുക്കണം ഇടണം എന്നൊക്കെ, 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ശ്വാസം മുട്ടെല്ലാം വരുമ്പം എനിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അന്നേരം നമുക്ക് വേദന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സഹിക്കാം. പക്ഷെ ശ്വാസം കിട്ടാത്തത് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ആ സമയം ആലോചിക്കാനേ വയ്യ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.